ആർക്ക് കെട്ടിച്ചു കൊടുക്കണം? ഏതെങ്കിലും ഒരു പൊട്ടന്റെ കൈ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. ആയതെങ്കിലും ഒരാളുടെ കയ്യിൽ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, നിങ്ങളുടെ മക്കളുടെ വിവാഹം എടുക്കുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ടത് 4 കാര്യം. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമയമായാൽ നീ നോക്കണം, 4 കാര്യങ്ങൾ നീ പരിഗണിക്കണം. 1, നിന്റെ മകളെ കെട്ടുന്നവന് സൗന്ദര്യമുണ്ടോ എന്ന് നീ നോക്കണം. മരുമോന് സൗന്ദര്യമുണ്ടോ, പുതിയാപ്പിളയ്ക്ക് സൗന്ദര്യമുണ്ടോ നീ നോക്കണം. അവന് സമ്പത്തുണ്ടോ എന്ന് നോക്കണം. അവന് സമ്പത്തുണ്ടോ എന്ന് നോക്കണം. അവൻ കുടുംബ മഹിമ, നല്ല കുടുംബത്തിലുള്ള പയ്യനാണോ നീ നോക്കണം. 4, അവന് ദീനുണ്ടോ എന്ന് നോക്കണം. ഈ 4 കാര്യം എണ്ണി പറഞ്ഞിട്ട് പ്രവാചകൻ അവസാനം പറഞ്ഞു, ഏറ്റവും കൂടുതൽ പരിഗണന സമ്പത്തിനോ സൗന്ദര്യത്തിനോ കുടുംബ മഹിമയ്ക്കോ അല്ല, ദീനിന് നീ സ്ഥാനം കൊടുക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ആദ്യം സൗന്ദര്യം, സമ്പത്ത്. മരുമോന് ഏക്കർ കണക്കിന് വസ്തു ഉണ്ടോ, ഗൾഫിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ, വണ്ടിയുണ്ടോ, ഇതൊക്കെ നോക്കണേ. ദീൻ ആരും നോക്കണില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാ, സമ്പത്ത് നോക്കി 8 മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കെട്ടിച്ചു കൊടുത്താ നിന്റെ മക്കള് കണ്ണുനീര് കുടിക്കുന്നത് നിനക്ക് കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഉറക്കല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2, സൗന്ദര്യം. ദീനില്ലാത്ത സൗന്ദര്യമുള്ള ആണിനെയും വേണ്ട, പെണ്ണിനെയും വേണ്ട. എത്ര വലിയ ദുൽഖർ സൽമാന്റെ സൗന്ദര്യം ഉണ്ടെങ്കിലും മോളെ അള്ളാനെ പേടിയില്ലാത്തവനാണോ കൂടെ പോകരുത്. നീ കണ്ണുനീര് കുടിക്കേണ്ടി വരും. ആണുങ്ങളോട് പറയുന്നു, തൊലിവെളുപ്പ് കണ്ടുകൊണ്ട് കെട്ടാൻ നിൽക്കണ്ട. എടാ, തൊലിവെളുപ്പ് കണ്ടുകൊണ്ട് കെട്ടാൻ നിൽക്കണ്ട. അവസാനം 8ന്റെ പണി കിട്ടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3, കുടുംബ മഹിമ നോക്കും ചിലര്, ദീൻ നോക്കാറില്ല. എങ്കിലും പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ദീനാണ് പരിഗണിക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ വേണം ആണുങ്ങളെ വിവാഹം കഴിക്കാൻ. പെൺമക്കള് പുതിയാപ്പിളയെ തിരഞ്ഞെടുക്കുമ്പോൾ അവന് ദീനുണ്ടോ എന്ന് നോക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയിന റസൂലുള്ളാഹി. നിങ്ങൾക്ക് മടുത്ത നിർത്തറായ എത്രയായി? 12 മണിയാറായി. സുബ്ഹാനല്ലാഹ്, എത്ര പെട്ടെന്ന് 12 മണിയാറായ. ഞാൻ എത്ര മണിക്ക് നിർത്താനാ പറഞ്ഞ? 10:30 തുടങ്ങി, 11:30. അല്ലാഹുവേ, സമയം ഒരുപാടായി. നിർത്താറായ. ആ കെട്ടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിർത്താം. എങ്ങനെ കെട്ടിച്ചു കൊടുത്താലും സ്വർഗ്ഗം. അതുകൂടെ കേട്ടൂടെ? എല്ലാവരും എഴുന്നേറ്റ് പെട്ടെന്ന്. അൽഹംദുലില്ലാഹ്. ആ കസേര എടുത്തോണ്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നേ. എഴുന്നേറ്റ് വാ, കസേര എടുത്തോണ്ട് വാ. ഇനിയിപ്പോ ജയിലിൽ പോവില്ലേ? വാ. കാണാൻ പറ്റിയില്ലെങ്കിലോ അവിടെ പെണ്ണുമ്പിള്ളയെ തന്നെ കാണാൻ കിട്ടത്തില്ല. ഭർത്താവ് വേറെ, ഭാര്യ വേറെ, മക്കള് വെളിയിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണട്ടെ. ഇനിയിപ്പോ എവിടെ വെച്ചാ? ഇനിയിപ്പോ ഞാൻ അങ്ങ് തിരുവനന്തപുരം, ഞാൻ ചിലപ്പോ പത്തനാപുരത്തായിരിക്കും. നിങ്ങൾ ഇവിടെ ഇല്ലേ? വാ, ഇങ്ങോട്ട് വാ. അൽഹംദുലില്ലാഹ്. പോണ്ടവരിറക്കി ഇറങ്ങി പോണ്ട. പക്കറ്റ് പിരിവുണ്ടോ? അവിടെ ഇരിക്കട്ടെ, ചുമ്മാ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ. എല്ലാം പാവങ്ങൾ. ഇങ്ങോട്ട് വാ മനുഷ്യന്മാരെ. ദൂരെ പോയിരുന്ന ഒറ്റയ്ക്ക് എവിടെ പോയി കിടക്കേണ്ടി വരും. കൂടെ അടുത്തടുത്തിരി വാ. ഡെയിലി വെച്ച് കാണുമ്പോൾ പരിചയമെങ്കിലും പുതുക്കാമല്ലോ. വാ. അൽഹംദുലില്ലാഹ്. അല്ലാഹു പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇങ്ങോട്ട് വാ. എങ്ങനെയാ പെമ്മക്കളെ കെട്ടിക്കേണ്ടത് കേട്ടോ? ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളെ വളർത്തി. 18 വയസ്സായി ഫാത്തിമ ബീവിക്ക്. വിവാഹപ്രായമായി. എത്ര വയസ്സായി? 18 വയസ്സ്. പെമ്മക്കൾ പറയും, ഉസ്താദ് എന്റെ വാപ്പടുത്തെന്ന് പറയാം അല്ലേ? ഫാത്തിമ ബീവിക്ക് 18 വയസ്സായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ വലിയ വലിയ സമ്പന്നന്മാര് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പെണ്ണി ചോദിച്ചു. കെട്ടിച്ചു കൊടുത്തില്ല. ഒരുപാട് അബൂബക്കർ തങ്ങൾ, ഉമർ തങ്ങൾ വരെ വന്ന് ചോദിച്ചു, നബിയെ ഫാത്തിമ ഇല്ല, കെട്ടിച്ചേരൂല്ല. ഒരുപാട് പേര് വന്നു. പക്ഷെ അള്ളാന്റെ റസൂൽ ആരെയാ തെരഞ്ഞെടുത്തത്? 10ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ കൂടെ വന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. 10ാമത്തെ വയസ്സിൽ നബിയുടെ കൂടെ കൂടിയതായി ചങ്ങാതി. അലിയാര് തങ്ങൾക്ക് ഫാത്തിമ ബീവി ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞ പ്രേമൊന്നും അല്ലട്ടാ. അപ്പൊ വേണമെങ്കിൽ പറയും, അലിയാര് തങ്ങൾ ഫാത്തിമയെ പ്രേമിച്ചില്ലേ? അപ്പൊ പിന്നെ എനിക്കെന്താ? അങ്ങനെ കരുതില്ല.
ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഒരിക്കൽ ആരോ പറഞ്ഞു, അലിയെ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കാൻ മുത്തുനബി കല്യാണ ആലോചനയൊക്കെ നടത്തുന്നുണ്ട്, നീ ഇങ്ങനെ നടക്ക. ഫാത്തിമ ബീവിയുടെ വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് അലിയെ. സഹാബത്ത് പറഞ്ഞപ്പോ അലിയാര് തങ്ങള് എന്നാ പോയി നബിയോട് ചോദിക്കാം, ഫാത്തിമ ബീവിയെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ട് അലിയാര് തങ്ങള് നേരെ മുത്തി നബിയുടെ മുന്നിൽ പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മോളെ കെട്ടിച്ചു തരുമെന്ന് ചോദിക്കാൻ പോയതാ. പക്ഷെ പ്രവാചകനെ കണ്ടപ്പോ മുട്ടിടിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, പ്രേമിച്ച പെണ്ണിന്റെ വാപ്പായും കൂടപ്പുറപ്പരെയും കാണുമ്പോഴത്തേക്ക് പറയ്ക്കും ചിലർക്ക്. അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് അലിയാര് തങ്ങൾ മുത്തുനബിയെ കണ്ടപ്പോ മിണ്ടണില്ല. എന്താ അലിയെ? ഒന്നുമില്ല നബിയെ. നീ എന്താ ചോദിക്കാൻ വന്നതല്ലേ? ഒന്നുമില്ല നബിയെ. അള്ളാന്റെ റസൂലിനെ അറിയാം അലിയാർ എന്തിനാ വന്നേനോ. അലിയാര് തങ്ങൾ വന്നത് എന്തിനാണെന്ന് പ്രവാചകൻ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, അലിയെ ഫാത്തിമയെ കല്യാണം കഴിക്കോ? മുത്തുനബി അങ്ങോട്ട് ചോദിച്ചു, എന്റെ ഫാത്തിമയെ നീ വിവാഹം കഴിക്കോ? സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ അലിയാര് തങ്ങൾക്ക് ഉണ്ടായ ഒരു സന്തോഷം ഇന്നത്തെ കുട്ടികൾ പറയണ കണക്കിന് ഒരു 10 ലഡു മനസ്സിൽ ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടാവും അലിയാര് തങ്ങൾക്ക്. അത്ര ഇഷ്ടമല്ലേ ഫാത്തിമയെ? അള്ളാന്റെ റസൂൽ വെച്ച് എന്റെ മോളെ നീ വിവാഹം കഴിക്കോ അലിയെ? അലിയാര് തങ്ങൾ തലകുനിക്കി. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന്. അലിയാര് തങ്ങളോട് വെച്ച് കല്യാണം കഴിക്കുമ്പോ മഹർ കൊടുക്കണം, നിന്റെ കയ്യിൽ എന്തുണ്ട്? അലിയാര് തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ. അല്ലാതെ കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുമ്പോ ചോദിക്കും എന്തുണ്ട്? എനിക്ക് ഗൾഫിൽ 2 സൂപ്പർ മാർക്കറ്റ്, കപ്പൽ എന്റേതാ, ഫ്ലൈറ്റ് എന്റേതാ. കള്ളത്തരൊന്നും പറയുന്നില്ല. അലിയാര് തങ്ങൾ ഉള്ളതങ്ങ് പറഞ്ഞു, നബി 5 നയാ പൈസ എന്റെ അടുത്ത് എടുക്കാനില്ല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ബക്കറ്റ് മുഴുവൻ ആയില്ലപ്പാ, നിങ്ങൾ വാ, സമയമായില്ല. പക്ഷേ അത് ഞാൻ പറയാം, ഇരിക്ക, നിങ്ങൾ കയറി വാ, ആ പൈസയും പിടിച്ചോ പയ്യന്റെ വാമനെ, നിങ്ങൾ കയറി ഇവിടെ. അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു, ഞാൻ നിനക്കൊരു പടയെങ്കി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ട് നബിയെ, എവിടെ? വീടിനകത്ത് ഇരിപ്പുണ്ട് നബിയെ. കൊണ്ട് വിറ്റാൽ എത്ര രൂപ കിട്ടും? ഒരു 400 ദിർഹം കിട്ടും നബിയെ. എന്നാ കൊണ്ടുപോയി വിറ്റിട്ട് വാ. അലിയാര് നിങ്ങൾ പടയെങ്കി എടുത്തുകൊണ്ട് കമ്പോളത്തിൽ പോയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക വിൽക്കാൻ വേണ്ടി. ആരെയും കിട്ടുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഒരാള് വന്നിട്ട് ചോദിക്കുന്ന, അലിയെ എന്താ ഇവിടെ നിക്കണേ? ആരാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല, പ്രവാചകന്റെ ആദ്യത്തെ പുതിയാപ്ലയാ, അള്ളാന്റെ റസൂലിന്റെ ആദ്യത്തെ മരുമോനാ. എന്റെ അലി ഇവിടെ നിക്കണേ? ഫാത്തിമ ബീവിക്ക് മഹർ കൊടുക്കണം, പൈസ ഇല്ലാത്തത് കാരണം പടയെങ്കി വിൽക്കാൻ പറഞ്ഞു വിട്ടതാ. എത്ര രൂപ വേണം? 400 ദിർഹം ഉണ്ടെങ്കിൽ ഞാൻ വിൽക്കും. പേടിച്ചു. എന്നാ പൈസ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രായമുള്ള എനിക്ക് എന്തിനാ പടയെങ്കി? നീ ഒരു യോദ്ധാവല്ലേ, നിനക്ക് തന്നെ ഇരിക്കട്ടെ. 2 കൈ കൊടുത്തു. നേരെ അലിയാര് തങ്ങൾ 400 ദിർഹവുമായിട്ട് മുത്തുനബിയുടെ മുന്നിൽ പോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ 400 ദിർഹം വെച്ചു കൊടുത്തു. പ്രവാചകൻ ചോദിച്ചു, അലിയെ വലീമ കൊടുക്കണമല്ലോ കല്യാണം കഴിഞ്ഞാൽ, നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, ഇതൊക്കെ ഇസ്ലാമിലുണ്ട്. അത് എപ്പോഴാ കൊടുക്കണ്ടേ? അവിടെയാ വിഷയം. എപ്പോഴാ വലീമ കൊടുക്കേണ്ടത്? ഉസ്താദിനോട് ചോദിക്കണം കേട്ടാ. വലീമ കൊടുക്കൽ സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും. എപ്പോഴാ കൊടുക്കേണ്ടത് ഉസ്താദിനോട് ചോദിക്കണം. കെട്ടിയ ഉടനെ അങ്ങോട്ട് ബിരിയാണി വിളമ്പലല്ല അവിടെ മനസ്സിലാക്കേണ്ടത്. കല്യാണം കഴിഞ്ഞ ഉടനെ മട്ടൻ ബിരിയാണി പ്രതിഫലം കിട്ടുമോന്ന് ഉസ്താദ്മാരോട് ചോദിക്കണം. അലിയാര് ഞങ്ങളോട് ചോദിച്ചു, വലീമ കൊടുക്കണ്ടേ? ഒന്നുമില്ല നബിയെ. അപ്പൊ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ എന്റെ വീട്ടിൽ ഒരു ആട് നിൽക്കുന്നുണ്ട്, ഞാൻ അലിക്ക് കൊടുക്കാം. വേറെ 3 സ്വഹാബികൾ പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തരാം. ആരുടെ കല്യാണം? മുത്തുനബിയുടെ മോളെ കല്യാണം. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കല്യാണം കണ്ടിട്ടുണ്ടോ? ഈ പറയുന്നത് ആരുടെ കല്യാണം? സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരു ആടിനെ കൊടുത്തു. 3 സ്വഹാബികൾ ഗോതമ്പ് മാവ് കൊടുത്തു. അലിയാര് തങ്ങളുടെ വലീമ നടത്താൻ. വീടിന്റെ അകത്തിരുന്ന പടയെങ്കി വിറ്റിട്ട മഹറിന്റെ പൈസ ഉണ്ടാക്കിയേ. അല്ലാഹു അഅലം. നമ്മള് ഇന്നത്തെ വിവാഹം, ഇതാ വിവാഹം. നിങ്ങളാരും പിരിവിന് നടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എത്ര ലക്ഷത്തിന്റെ ചോറ് വേണമെങ്കിലും വെച്ചോ, എത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു സ്വർണം വാങ്ങിക്കൊടുത്തോ, കോടിക്കണക്കിന് രൂപയുടെ കാറ് വാങ്ങിക്കൊടുത്തോ, നാട്ടുകാരെ മുഴുവനും വിളിച്ചോ, ഒരു പ്രശ്നവും ഇല്ല. പിന്നെയും ആവശ്യമില്ലാത്ത കുറെ ചെലവുണ്ടല്ലോ, അത് വേണ്ട. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന് മുമ്പ് അലിയാര് തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തത് കാരണം പ്രവാചകരും സഹാബികളും കൂടെ ഈന്തപ്പൻ പോലെ കൊണ്ട് ഒരു ചെറിയ റൂം പണിതു.
ഈന്തപ്പന ഓല കൊണ്ടൊരു ചെറിയ റൂം പണിതു. താത്തമാരൊക്കെ കേട്ടോണം കേട്ടാ, ഈ കഥ നിന്റെ മോക്ക് പറഞ്ഞു കൊടുക്കണം, പാപ്പ കെട്ടിച്ചു വിടുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഫാത്തിമ ബീവിയുടെയും അലിയാര് തങ്ങളുടെയും കല്യാണം കഴിഞ്ഞു. എടാ ചെറുപ്പക്കാരാ, ദീനുള്ള പെണ്ണിനെ കെട്ടണോന്ന് പറയുന്ന എന്തിനാണ് മനസ്സിലാക്കിക്കും. സഹോദരി, ദീനുള്ള ഒരാണിന്റെ കൂടെയേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം നീ കേട്ടോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളുടെ കല്യാണം കഴിഞ്ഞു. രണ്ടുപേരും കൂടെ ആദിരാത്രി പോവാ. അലിയാര് തങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ രണ്ടുപേരും കൂടെ നിക്കാഹ് കഴിഞ്ഞിട്ട് പടച്ചവനെ രണ്ടുപേരും അവരുടെ മണിയറയിലേക്ക് കടന്നു പോവുകയാണ്. രണ്ടുപേരും മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അലിയാര് തങ്ങളുടെ പുതിയ വീടിന്റെ അകത്ത് കയറി. അലിയാര് തങ്ങളുടെ വീടിന്റെ വാതിലടച്ചു. ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം അണയ്ക്കുകയാണ്. ദീനുള്ള ഒരു പെണ്ണിന്റെ ചരിത്രം കേൾക്ക്. വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് ാര് നിങ്ങളെ വല്ലാത്ത ഹാപ്പിയില. കാരണം മണിയറയാ, ആദിരാത്രിയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാ. യാര് നിങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ മണിയറയ്ക്കകത്ത് നിൽക്കുമ്പോ സമഅനാ സൗതൻ ഹനീനാ. അതിരാത്രിയിൽ ഒരു തേങ്ങൽ കേൾക്കുകയാണ്. മണിയറയ്ക്കകത്തൊരു തേങ്ങൽ കേൾക്കുകയാ. അലിയാര് നിങ്ങൾ അത്ഭുതപ്പെട്ടു. ആരാ പടച്ചവര്? മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നതാരാണ്? അലിയാര് നിങ്ങൾ ചെന്ന് നോക്കുമ്പോ ഫാത്തിമ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീവിയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു വീഴുകയാണ്. അലിയാര് നിങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ? നീ എന്തിനാണ് കരയുന്നത്? ഫാത്തിമ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്. നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഏതൊരു പെണ്ണും കൊതിക്കുമല്ലോ. ഏതൊരു പെണ്ണുമലിയെ നിങ്ങളെ ഇഷ്ടപ്പെടുമല്ലോ. എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? ഫാത്തിമ ഒന്നും മിണ്ടിയില്ല. ഫാത്തിമയൊന്നും മിണ്ടുന്നില്ല. പിന്നെയും അലിയാര് തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അയ്യേ, ഈ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അണച്ചപ്പോ ഈ മണിയറ മുഴുവനും, ഈ റൂം മുഴുവനും വല്ലാത്ത ഇരുള് വന്നല്ലോ. ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ? എന്നെ എല്ലാവരും കൂടെ കുളിപ്പിച്ച് പള്ളിപ്പറമ്പിലെ കുടിക്കകത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് പലകയെടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പോകുമ്പോ ആ കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാടല്ലോ. എന്റെ കബറിന്റെ അകത്ത് വെളിച്ചമില്ലല്ലോ. അവിടെ വല്ലാത്ത ഇരുട്ടാണല്ലോ. മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പ കബറ് ഓർമ്മ വന്നു. യാര് തങ്ങളെ നോക്കുമ്പോ ഫാത്തിമയിരുന്ന് കരയുകയാ. യാര് തങ്ങള് പറഞ്ഞു, കരയല്ലേ ഫാത്തിമ, ഇന്ന് നമ്മുടെ മണിയറയാണ്, ഇന്ന് നമ്മുടെ അതിരാത്രിയാണ്. മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ, മണിയറ ഇവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. എവിടെയാണ് യഥാർത്ഥ മണിയറ എന്നറിയോ? എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പുതുമണവാളനോട് മണവാട്ടി പറഞ്ഞു കൊടുക്കുന്ന അലിയേ, എന്തിനാ ഫാത്തിമ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നത് എന്ന് ഭർത്താവ് ചോദിച്ചപ്പോ ഭാര്യ പറയുന്നു, ഇവിടെയല്ല മണിയറ, പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താ മണിയറ പിടിക്കേണ്ടത്. അവിടെയല്ലേ മണിയറ വേണ്ടത്, അവിടെയല്ലേ മണിയറയാക്കേണ്ടത്. അലിയേ, അതിനകത്ത് മണ്ണാണ് അലിയേ, കബറ് ഞെരിക്കും അലിയേ, കബറ് ഇടുങ്ങിയതാലിയേ, അതിനകത്ത് പാമ്പുകളും തേടുകളും ഉണ്ടറിയേ.
മണിയറക്കകത്ത് കയറി വന്ന ഭർത്താവിനോട് പഠിച്ചവനെ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി ഖബറിനെ കുറിച്ച്, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞിട്ട് പറയുകയാ, ഇന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള രാത്രിയാ. അതുകൊണ്ട് അലിയേ, നമുക്കിവിടെ മുസ്തറബർസല്ല വിരിച്ചിട്ട് നിസ്കരിക്കാം, നമുക്കൊരുമിച്ച് നമസ്കരിക്കാം, നമുക്കൊരുമിച്ചിരുന്ന് തൗബ ചെയ്യാം, നമുക്കിവിടെ ഇരുന്ന് ഖുർആനോദാം. നമ്മുടെ മണ്ണറ മണിയറയാക്കാം, നമ്മുടെ മണ്ണറ മണിയറയാക്കാം. ചെറുപ്പക്കാരാ, മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച് പറഞ്ഞ് കരയിപ്പിച്ചിട്ട് ആ രാത്രി മുഴുവനും മണ്ണറ മണിയറയാക്കാൻ പരിശ്രമിച്ച പെണ്ണാണ് ഫാത്തിമ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, ഫോൺ നമ്പർ തരാൻ, ചിരിച്ചു കാണിക്കാനും ഇറങ്ങി വരാനും 100 പെണ്ണുങ്ങളെ കിട്ടുമടാ ചെറുപ്പക്കാരാ. കൊണ്ടുവരല്ലേടാ, വിളിച്ചോണ്ട് വരല്ലേ മോനെ. ദീനുള്ളവളെ കെട്ടടാ, ദീനുള്ള പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ യോഗം വേണമടാ. അതിനൊരു പുണ്യം ചെയ്യണം ചെറുപ്പക്കാരാ, അതിനൊരു ഭാഗ്യം വേണം ചെറുപ്പക്കാരാ. ദീനുള്ള പെണ്ണിനെ കിട്ടിയ വിവാഹം കഴിഞ്ഞ് സർവ ആർഭാടങ്ങളും ആഘോഷങ്ങളും കഴിഞ്ഞ് പാതിരാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നിടുന്നുണ്ടോ പുതുമണവാട്ടി മണിയറയ്ക്കകത്തിരിക്കുകയാണ്. മണിയറയ്ക്കകത്ത് കയറി ചെല്ലുന്ന ഭർത്താവിനോട് പുതിയ പെണ്ണ് ചോദിക്കുന്നു, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അഴിച്ചുപൊടിയെല്ലാം കഴിഞ്ഞില്ലേ, ഇക്കാടെ തിരക്കുകളൊക്കെ തീർന്നില്ലേ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമല്ലേ, അതുകൊണ്ട് പോയി ഒന്നുപെടുത്തിട്ട് വായിക്കാ. ഈ മണിയറയ്ക്കകത്ത് മുസല്ല വിരിച്ചിട്ട് ഇമാമത്ത് നിൽക്കുവോ, ഞാനിക്കാടെ പുറകിൽ നിന്ന് നിസ്കരിക്കട്ടെ, നമുക്കൊരു ശുക്രന്റെ നിസ്കാരം നിസ്കരിക്കാം. പുതിയ പെണ്ണ് ഭർത്താവിനോട് പറയുകയാ, ഇക്കാ ഒലുവെടുത്തിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ മണിയറക്കകത്തിരുന്നിട്ട് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കാം. ഇക്ക നിസ്കരിക്ക്, ഞാൻ പുറകിൽ നിന്ന് നിസ്കരിക്കാം, ശുക്രിന്റെ നമസ്കാരം നമസ്കരിക്കാം. ദീനുള്ള പെണ്ണു ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും. അവസാനം ഒലുവെടുത്തിട്ട് രണ്ടുപേരും മണിയറക്കകത്തിരുന്ന് നിസ്കരിക്കും. നിസ്കാരം കഴിയുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ പറയുന്നു, ഇക്കാ നമ്മൾ രണ്ടുപേരും ഒരുപാട് പാപം ചെയ്തവരാ, ഇന്നലെ വരെ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തു, ഇന്ന് മുതൽ പുതിയ ഒരു ജീവിതം തുടങ്ങുകയല്ലേ, അതുകൊണ്ട് ഈ പായിലിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യിക്ക. മണവാട്ടി മണിയറയ്ക്കകത്ത് വെച്ച് ദീനുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവിനോട് പറയും, ഇക്കാ ഈ മണിയറയ്ക്കകത്തിരുന്ന് തൗബ ചെയ്യ്, ഞാൻ ആമീൻ പറയാ. ഭർത്താവ് മണിയറയ്ക്കകത്ത് മുസല്ല വിരിച്ചിട്ട് ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലേറ്റു പറയുമ്പോ പുതിയ പെണ്ണ് പുറകിലിരുന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് ആമീൻ പറയുകയാണ്. അവിടെ ഇരുന്ന് തൗബ ചെയ്തു, ദുആ ചെയ്ത് കഴിയുമ്പോ ദീനുള്ള ഭർത്താവിനോട്, ദീനുള്ള പെണ്ണ് ഭർത്താവിനോട് പറയുന്നു, ഇക്കാ ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യണമല്ലോ. ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ആദിരാത്രിയിൽ ദുആ ചെയ്യാൻ മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇക്ക എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യ്. ഭർത്താവ് പറയുന്നു, ദുആ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാം ഇക്ക, എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യിക്ക. അങ്ങനെ ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ച് ദുആ ചെയ്തു. രണ്ടുപേരും കിടപ്പറയിൽ കയറി കിടന്നു. വെളുപ്പാങ്കാലം 4 മണിയായപ്പോ പുതിയ പെണ്ണ് അലാറം വെച്ച് എഴുന്നേക്കുകയാ. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ വിളിക്കുന്നു, ഇക്കാ എഴുന്നേക്കിക്ക, നിസ്കരിക്കണ്ടേ ഇക്ക, സുബഹിക്ക് ബാങ്ക് വിളിക്കാ സമയമായിക്ക, എഴുന്നേക്കിക്ക. പടച്ചവനെ ഭാര്യ ഭർത്താവിനെ വിളിക്കുകയാണ്. എഴുന്നേക്കാതെ വരുമ്പോ ഇതിനുള്ള പെണ്ണ് പറയുന്നു, ഇക്ക
ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയണ്ട. ഇന്നലെ വരെ നിങ്ങൾ നിസ്കരിച്ചോ നിസ്കരിച്ചില്ലേ എനിക്കറിയണ്ട. ഇന്ന് മുതൽ നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ, നിങ്ങൾ എന്റെ ഭർത്താവാണ്. എനിക്ക് നിസ്കരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് വേണ്ടത്. ഭർത്താവിനെ ഉറക്കത്തിൽ നിന്ന് വലിച്ചു പൊക്കി കുളിപ്പരയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു ഒലുപിടിപ്പിച്ചു. രണ്ടുപേരും കൂടെ തഹജ്ജുദ് നിസ്കരിച്ചു. നിസ്കാരപ്പായിലിരിക്കുമ്പോ അരീക്കോട് പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാ. ഭാര്യ പറയുന്നു, ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് നമസ്കരിക്കാമല്ലോ. നിങ്ങൾ ഇമാമത്ത് നിൽക്കൂ, നിങ്ങൾ ഇമാമത്ത് നിൽക്കൂ, ആ പുറകിൽ നിന്ന് ജമാഅത്തായി നമസ്കരിക്കാ. ദീനുള്ള പെണ്ണിങ്ങനെ പറഞ്ഞു തരുമടാ ചെറുപ്പക്കാരാ. ദീനുള്ള പെണ്ണ് അങ്ങനെ പറഞ്ഞു തരും. അങ്ങനെയുള്ള പെണ്ണിനെ വേണമെങ്കിൽ ദീനുള്ളവളെ കെട്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്ത് കയറി വന്നപ്പോ ഫാത്തിമ ബീവി കരയുന്നത് കണ്ടപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇത് മണിയറയാ ഫാത്തിമ, ഈ ആദിരാത്രി ഇവിടെ ഇരുന്നിട്ട് കരയാണോ? അലിയാര് തങ്ങളോട് പറഞ്ഞു, ഇവിടെയല്ല മണിയറ, പള്ളിപ്പറമ്പിലാ മണിയറ. അലിയേ, ആ മണ്ണറ മണിയറയാക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കണം, നമുക്ക് ഒരുമിച്ച് തൗബ ചെയ്യണം, ഒരുമിച്ച് ഖുർആൻ ഓതണം. അതാ ദീനുള്ള പെണ്ണ്, അതാ ദീനുള്ള പെണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മണിയറ എങ്ങനെയായിരുന്നു എന്നറിയോ? കേക്കാമിനത്ത ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും ഓലശെട്ട് ഈന്തപ്പന ഓലകൾ കൊണ്ട് നെയ്ത ഒരു കുടില്. തറയിൽ ചരൽ കല്ലുകളാ, വിരിപ്പില്ല, പായില്ല, മെത്തയില്ല, ഒന്നുമില്ല. അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും കടന്നത് എങ്ങനെയാണെന്നറിയോ? അലിയാര് തങ്ങളുടെ വീട്ടിൽ ഒരാടിന്റെ തോലുണ്ടായിരുന്നു, ഒരാടിന്റെ തോല്. ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും കടന്നുറങ്ങും. ഒരാടിന്റെ തോലിന്റെ മുകളിൽ, അത് കല്ലിന്റെ മുകളിൽ വിരിച്ചിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങും. രാവിലെ ആയാൽ അലിയാര് തങ്ങൾ ഈ തോലെടുത്തിട്ട് അലിയാര് തങ്ങൾക്കൊരു കുതിരയുണ്ട്, അതിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. ഈ ആടിന്റെ തോല് കൊണ്ടുപോയി കുതിരയുടെ മുന്നിൽ വെച്ചിട്ട് തീറ്റി വാരിയിട്ട് കൊടുക്കണം. അതിനകത്താണ് ആ കുതിര വെള്ളം കുടിക്കണത് ഈ തോലിന്റെ മുകളിൽ ഒഴിച്ചിട്ടാണ്. രാത്രിയായ ഇത് കഴുകി വിരിച്ചു കിടക്കും, രാവിലെയായ തീറ്റിയിടാൻ കൊണ്ടുവെക്കും. ഇതായിരുന്നു ഫാത്തിമ ബീവിയുടെ മണിയറ. ഇതായിരുന്നു ഫാത്തിമ. ലോകത്തിന്റെ റാണി ഉണ്ടല്ലോ, സ്വർഗത്തിന്റെ റാണി, ആ റാണിയുടെ മണിയറ ഇതായിരുന്നു. പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ദിവസം കാണാൻ പോയി വാപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നാര മകളുടെ വീട്ടിൽ പോയപ്പോ ഇരുന്ന് വാപ്പാനെ കണ്ടതും ഫാത്തിമ ബീബി കരയാൻ തുടങ്ങി. എന്തേ മോളെ കരയണേ? ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ പട്ടിണിയാ. കെട്ടിച്ചു വിട്ട മകള് വാപ്പാനോട് പറയാ, വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ, എനിക്കൊട്ടും വയ്യ. നമ്മളാണെങ്കിൽ പറയും, എല്ലാം വാരി കെട്ടിക്കോ, പോകാം, പൊറുതിയൊക്കെ മതി, വാ മോളെ, അടുത്ത വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടുവരും. ഫാത്തിമ ബീവി കരളിന്റെ കഷ്ടമെന്ന് മുത്തുനബി പറഞ്ഞ പൊന്നുമോള് വാപ്പാനോട് പറയാ, വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ. കരഞ്ഞോണ്ട് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞ എന്തെന്നറിയോ? ഇനി വാ മോളെ, ഇനി വാ. തന്റെ പൊന്നാര മകളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, വലിയ അബീകാറുബാവും, നീ വല്ലതും കഴിച്ചിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ, ഞാൻ 4 ദിവസമായി മോളെ എന്തെങ്കിലും തിന്നട്ടെ. അതാ വാപ്പ. മോള് പറഞ്ഞു കൊടുത്തു, വാപ്പ ഞാൻ വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി. വലിയ അബീകാറുബാവും, നിന്റെ ഉപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി മോളെ. ഫാത്തിമ ബീവി കെട്ടിപ്പിടിച്ചിട്ട് കരയാ, എന്റെ ഉപ്പാനോട് ഞാൻ പരാതി പറഞ്ഞല്ലോ അല്ലാഹ്. അങ്ങനെ വേണം മോളെ വളർത്താൻ, അങ്ങനെ വേണം മോളെ വളർത്താൻ. ആ വാപ്പായി മോളും തമ്മിലുള്ള ബന്ധം, വാപ്പായോട് പെമ്മക്കൊക്കെ വലിയ സ്നേഹവാ. ഉമ്മയോടല്ല സ്നേഹം പെമ്മക്കൊക്കെ, വാപ്പാമാരോട് വലിയ സ്നേഹവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ, രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ ഫാത്തിമ കാണാൻ വന്നു. വാപ്പാടെ കിടപ്പ് കണ്ടപ്പോ ഫാത്തിമ കരയാൻ തുടങ്ങി, സഹിക്കാൻ പറ്റണില്ല. പൊന്നുമോളെ അടുത്ത് വിളിച്ചു. പൊന്നുമോളെ അടുത്ത് വിളിച്ചിട്ട് ഫാത്തിമ ബീവിയോട് മുത്തുനബി പറഞ്ഞു, ഫാത്തിമ, ഉപ്പാടെ മരണം അടുത്തു മോളെ, ഒരുപാട് അടയാളങ്ങളൊക്കെ കാണുന്നു, പാപ്പാടെ മരണം അടുത്ത്, മോള് കരയരുത് കേട്ടാ. മുത്തുനബി അങ്ങോട്ട് പറയുമ്പോ ഫാത്തിമ ഒരൊറ്റ നിലവിളിയാ,
റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ മരണം അടുത്തു ഫാത്തിമ, ഞാൻ പോവാ. എന്റെ മോള് കരയരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റിയില്ല. ഫാത്തിമയ്ക്ക് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. അങ്ങനെ വാ പൊത്തി പിടിച്ചിട്ട് ഫാത്തിമ കരയാ. തന്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോ വിളിച്ചു, ഇങ്ങ് വാ മോളെ. പിന്നെ അടുത്ത് വിളിച്ചു. അപ്പൊ ഒരു രഹസ്യം പറയട്ടെ ഫാത്തിമ, അല്ലേ ഉപ്പാ, ഞാൻ പോയാ എന്റെ മോള് തൊട്ടു പുറകിലുണ്ട് കേട്ടോ, അടുത്ത നീയാ ഫാത്തിമ. റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത രഹസ്യം എന്തെന്നറിയോ? വാപ്പാടെ തൊട്ടു പുറകിൽ മോളും ഉണ്ട് കേട്ടാ. ഞാൻ മരിച്ചതിന് ശേഷം എന്റെ കുടുംബത്തിൽ ആദ്യം മരിക്കുന്നത് നീയാ മോളെ. ഒരൊറ്റ ചിരിയാ ഉപ്പാ. പാപ്പ മോളോട് മരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഫാത്തിമ ചിരിച്ചു. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്താ ഫാത്തിമ വാപ്പ പറഞ്ഞ രഹസ്യം എന്താ? ഞാൻ പറയൂല. എന്റെ ഉപ്പ എന്നോട് പറഞ്ഞ രഹസ്യം ഞാൻ പറയൂല. അതാ വാപ്പയും അമ്മയും വാപ്പയും മകളും തമ്മിലുള്ള ബന്ധം. അല്ലാഹുവേ, ഒരു ആടിന്റെ തോല് വിരിച്ചിട്ട രണ്ടുപേരും കടന്ന് അടിയില്ലായിരുന്നു പെങ്ങളെ. തമ്മിലടിയോ വഴക്കോ ബഹളവോ പിണക്കോ ഈഗോയോ ഒന്നുമില്ലായിരുന്നു. കുറ്റപ്പെടുത്തലോ കളിയാക്കലോ തല്ലലോ ഒന്നുമില്ല. ആ ഓലഷെഡിന്റെ അകത്ത് ഫാത്തിമയും അലിയാര് തങ്ങളും രണ്ടും മക്കളും എത്ര കൊല്ലം ജീവിച്ചെന്നറിയോ? അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ബഹളവും ഒന്നുമില്ല. രണ്ടുപേരും ജീവിച്ചു ഒരുപാട് വർഷം. അവസാനം മരിക്കുന്നതിന്റെ തലേ ദിവസം അലിയാര് തങ്ങളുടെ മടിയിൽ തല വെച്ചിട്ട് ഫാത്തിമ ബീവി കടന്നു. എന്നിട്ട് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവാ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. എന്റെ മരണം അടുത്തു അലിയെ, ഞാൻ പോവാ അലിയെ. ഫാത്തിമ, എന്നെ ഒറ്റക്കിട്ടിട്ട് നീ പോവാണോ ഫാത്തിമ? സഹിക്കണില്ല അലിയാര് തങ്ങൾക്ക്. അലിയാര് തങ്ങളോട് ഫാത്തിമ പറഞ്ഞെന്തെന്നറിയോ? ഞാൻ മരിച്ച എന്നെ കൊണ്ടുപോയി പകല് കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവും. അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ പകല് കബറടക്ക? വേണ്ട, എന്നെ രാത്രി കബറടക്കാൻ മതി. എന്തേ ഫാത്തിമ? അലിയെ, എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല. എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല. എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാ. ഈ വെള്ള തുണിയും പൊതിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയെ. മയ്യത്ത് കൊണ്ടുപോയി കബറിൽ ഇറക്കി വെക്കുന്ന സമയത്ത് പോലും ഒരാള് എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീബി പറഞ്ഞു, അതുകൊണ്ട് എന്നെ രാത്രി കബറടയ്ക്കാൻ മതി. സ്നേഹനിധിയായ ദീനുള്ള പെണ്ണാണെങ്കിൽ അവള് മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിന്റെ കയ്യെ പിടിച്ചിട്ട് പറയിക്ക, ഇത്രയും കാലം എന്റെ ഔറത്തൊരാണും കണ്ടിട്ടില്ല, ഒരന്യ പുരുഷനും എന്റെ ശരീരം കണ്ടിട്ടില്ല. ഇക്ക, ഞാൻ മരിച്ച നാട്ടുകാർക്ക് മുഴുവൻ എന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കല്ലേ. ദീനുള്ള പെണ്ണ് പറയും, ദീനുള്ള പെണ്ണ് ഭർത്താവിനോട് പറയിക്ക, ഞാൻ മരിച്ച നാട്ടുകാരെ മുഴുവനും ആണുങ്ങളെ മുഴുവനും വിളിച്ചിട്ട് എന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കരുത്. ഞാൻ അന്യ പെണ്ണല്ലേ, മരിച്ച വീട്ടിൽ കാണണം. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാനെ പേടിച്ച് നടന്ന് നിന്റെ ഭാര്യ മരിച്ച നാട്ടുകാർക്ക് മുഴുവനും പൊക്കി കാണിച്ചു കൊടുക്ക. ഭർത്താവ് ഇങ്ങനെ നാണം വേണോടാ. ആഹ്വാലം ദീനുള്ള പെണ്ണാണെങ്കിൽ പറയിക്ക, ആർക്കും എന്നെ കാണിച്ചു കൊടുക്കരുത്. ഫാത്തിമ ബീബി പറഞ്ഞു, എന്റെ മയ്യത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞോണ്ട് പോകുമ്പോ പോലും ഒരുത്തം കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. അതാ പെണ്ണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. നമ്മൾ അടിയും വഴക്കും ബഹളവും. ഫാത്തിമ ബീബി മരണപ്പെട്ടു, കൊണ്ടുപോയി ജന്നത്തുൽ ബഖീൽ കൊണ്ട് കബറടക്കി. അലിയാര് തങ്ങള് മയ്യത്തടക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് അങ്ങോട്ട് കിടക്ക, ഉറക്കം വരുന്നില്ല. ഫാത്തിമ ഇല്ലല്ലോ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഫാത്തിമ ഒരു രാത്രി വീടിന്റെ അകത്ത് ഇല്ലാതെ വന്നപ്പോ അലിയാര് തങ്ങള് കരയാ. ഭാര്യ ജീവിച്ചിരിക്കുമ്പോ നമുക്കൊന്നും നമ്മുടെ പെണ്ണുമ്പിള്ളയുടെ വില അറിയില്ല. പക്ഷെ അവള് മക്കളെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോണം. അപ്പൊ അറിയാം നിന്റെ ഭാര്യ ആരായിരുന്നു. നിന്റെ ഭാര്യയുടെ വില അറിയണമെങ്കിൽ അവളിങ്ങനെ ചോറ് വെച്ച് തരും, തുണി കഴുകി തരും, മക്കളെ നോക്കും, നിനക്കെല്ലാം ചെയ്തു തരും. എന്നാലും കുത്തുവാക്ക്, പരിഹാസം, കളിയാക്കല്, തല്ലല്. അവളെ വാപ്പായ്ക്ക് വിളിച്ചാലും ഉമ്മായ്ക്ക് വിളിച്ചാലും കഴുതേന്ന് വിളിച്ചാലും പന്നീന്ന് വിളിച്ചാലും പാവം കേട്ടുകൊണ്ട് നിൽക്കും, സാധു. പക്ഷെ അവളുടെ വില മനസ്സിലാവണമെങ്കിൽ 3-4 കൈ തന്നിട്ട് നോക്കടാന്ന് പറഞ്ഞിട്ട് പള്ളിക്കുഴി പോണം. അപ്പൊ അറിയാം നിന്റെ ഭാര്യയാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് കബറടക്കിയിട്ട് വീടിന്റെ അകത്ത് വന്ന് കിടന്നിട്ട് ഉറക്കം വരണ അലിയാർക്ക്
രാത്രി എഴുന്നേറ്റ് കള്ളു കുടിക്കാനൊന്നും പോയില്ല, കൂട്ടുകാരുടെ കൂടെ ഒന്നും പോയില്ല, കടപ്പുറത്തൊന്നും പോയി ഇരുന്നില്ല. അലിയാർ തങ്ങൾ നേരെ എഴുന്നേറ്റിട്ട് ജന്നത്തിൽ ബഖീൽ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് പോയി. അലിയാർ തങ്ങൾ നേരെ തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് അസ്സലാമു അലൈക്കി യാ ഫാത്തിമ, ഭാര്യയുടെ ഖബറിന്റെ അടുക്ക പോയിട്ട് സലാം പറഞ്ഞു. ഫാത്തിമ ബീവി സലാം അടക്കിയില്ല, ഖബറിൽ കിടക്കല്ലേ, സലാം അടക്കിയില്ല. ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ പിണങ്ങിക്കിടക്കുമ്പോ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാർ തങ്ങൾ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് ചോദിച്ചു, ഫാത്തിമ എന്തേ നീ എന്റെ സലാം അടക്കാത്തെ? എന്നോട് പിണങ്ങിയോ ഫാത്തിമ? എന്നോട് പിണക്കമാണോ ഫാത്തിമ? വീണ്ടും സലാം പറഞ്ഞു, മടക്കു ഫാത്തിമ. അലിയാർ തങ്ങളുടെ സലാം അടക്കണില്ല. അലിയാർ തങ്ങൾ ചോദിക്ക, ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നുപോയോ ഫാത്തിമ? എന്നിട്ടും സലാം അടക്കാതെ വന്നപ്പോ അലിയാർ തങ്ങൾ ഭാര്യയുടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഖബറിന്റെ മുകളിൽ കൈവച്ചു. എന്നിട്ട് ഖബറിനോട് ചോദിക്ക, എന്റെ ഫാത്തിമയ്ക്ക് എങ്ങനെയുണ്ട് അലി? അലിയാർ തങ്ങൾ തന്റെ ഭാര്യയുടെ ഖബറിന്റെ മുകളിൽ കൈവച്ചിട്ട് ഖബറിനോട് ചോദിക്ക, എന്റെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്? എന്റെ ഫാത്തിമയുടെ പുതിയ വീട് എങ്ങനെയുണ്ട്? ഖബറേ, എന്റെ ഫാത്തിമ ആരെന്നറിയോ? എന്റെ ഫാത്തിമ ആരെന്നറിയോ? കല്യാണത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കയറി ചെന്ന് എന്നോട് നിന്നെ കുറിച്ച് പഠിപ്പിച്ചെന്നവളാ എന്റെ ഭാര്യ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കയറി ചെന്നപ്പോ ആ ആദ്യ രാത്രിയിൽ നിന്നെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞവളാ എന്റെ ഫാത്തിമ. എന്റെ ഫാത്തിമയെ നീ വേദനിപ്പിക്കരുത്. എന്റെ ഫാത്തിമയുടെ വിശേഷം എന്താ? എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാൻ പറയുന്ന ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് രാത്രി പോയിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാ ഭർത്താവ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു ജീവിതം വേണമെങ്കിൽ ഇതൊന്നും കഥയല്ലല്ലോ, ഇതൊന്നും വെറുതെ എഴുതി വെച്ചിരിക്കണ ഒരു തിരക്കഥയോ സാങ്കല്പിക കഥയല്ലല്ലോ. ഇത് മുത്തി നബിയുടെ പൊന്നുമോള് ജീവിച്ചതല്ലേ സഹോദരി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മക്കളെ വളർത്തുമ്പോ ഈ ചരിത്രങ്ങളൊക്കെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഏതു ത്യാഗം സഹിക്കാനും നമ്മുടെ മക്കൾ തയ്യാറാകും. പിണങ്ങി വീട്ടിൽ വന്ന് അടിയും വഴക്കും ബഹളവും ഇല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ദീൻ പറയുന്ന രീതിയിൽ രണ്ട് പെൺമക്കളെ വളർത്തി ദീൻ പറയുന്ന രീതിയിൽ അവരെ വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും അമ്മയും നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ട എല്ലാ മാതാപിതാക്കൾക്കും അള്ളാഹു ഈ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് പെൺമക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ നല്ല നിലയിൽ വളർത്താനും ഈ ദീൻ പറയുന്ന രീതിയിൽ അവരെ വിവാഹം കഴിച്ചു കൊടുക്കാനും അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പെൺമക്കളില്ലാത്ത പാവപ്പെട്ട ഞങ്ങൾക്കൊക്കെ അള്ളാഹുവേ സാലിഹത്തായ കണ്ണിന് കുളിർമയുള്ള വീടിന് ബർക്കത്ത് വാങ്ങിത്തരുന്ന മക്കളെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു. നമുക്കും സാലിഹത്തായ പെൺമക്കൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.